നാടകത്തിലത്തെയും ബ്രാഹ്മണന്മാരുടെ ഈ വിദൂഷകന്മാരുടെ പേര് വേറെ വേറെയാണ്. ഒന്നിലെ മാധവൻ എന്ന് പറയും, ഒന്നിലെ കൗശികൻ എന്ന് പറയും, ഒന്നിലെ വസന്തകൻ എന്ന് പറയും. ഇങ്ങനെ ഓരോരോ നാടകത്തിലെയും വിദൂഷകന്മാർക്ക് പ്രത്യേകം പേരുകളുണ്ട്. ഈ ഇതിലിപ്പോൾ പറഞ്ഞതാണ് വിദൂഷകനെ പറഞ്ഞത് സുഭദ്രാധനഞ്ജയം നാടകത്തിലത്തെ വിദൂഷകൻ്റെയും ഒരു ഭാഗമായിട്ടാണ് ഈ വിദൂഷകനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ സുഭദ്രാധനഞ്ജയം കുലശേഖരവർമ്മൻ എഴുതിയിട്ടുള്ളതായ ഒരു നാടകമാണ് സുഭദ്രാധനഞ്ജയം നാടകം. സുഭദ്രയും അർജുനൻ ആഗ്രഹിക്കുന്നതായ ആ കഥയാണ് എനിക്ക് പ്രതിപാദിച്ചത്. 5 അംഗങ്ങളുള്ളതായ ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ ആദ്യത്തെ അംഗത്തിൽ തന്നെയുള്ളതായ ഒരു ഈ വിദൂഷകൻ്റെ ഈ പ്രവേശനം. വിദൂഷകൻ പ്രവേശിച്ചാൽ വിദൂഷകൻ ഇങ്ങനെ ഈ രാജസേവനായിട്ട് ഒരു ബ്രാഹ്മണനെ തിരഞ്ഞെടുക്കുന്നു. അവിടെ എല്ലാവരും കൂടി ചെല്ലുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തന്നെയാണ് അവിടുത്തെ കേമൻ. എല്ലാവരും കാലിൽ കേമൻ എന്നെ കാണാനും വരുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടുത്തെ കേമൻ. കേമായിട്ടേക്കാം വിചാരിച്ചിട്ട് കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റിക്കൊണ്ട് കഴിഞ്ഞ് എന്താ എല്ലാവരും കൂടി വന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ഒരാളെ രാജസേവനായിട്ടിരിക്കുന്നു. ആരെയാണ്? അപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇളതള്ളം പള്ളിയോ മുളപ്പാള കേശവനോ മറ്റുള്ളതോ ഇങ്ങനെയുള്ള ആളുകളെ അതൊന്നുമല്ല, അങ്ങനെ പറഞ്ഞേക്കണം. അപ്പോൾ എന്നെ പറഞ്ഞേക്കണം എന്ന് വിചാരിച്ചാൽ നന്നായി ഞാൻ കുറേ കാലമായി രാജസേവനായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കും. എന്താ വെച്ചാൽ രാജസേവന്മാരൊക്കെ കുതിരപ്പുറത്തൊക്കെ കയറി മൂളിച്ചങ്ങനെ പോണ കാണുമ്പോൾ എനിക്കിങ്ങനെ രാജസേവനാണെന്നിങ്ങനെ തോന്നാറുണ്ട്. ഇടയിൽ അവസരം കിട്ടുക അങ്ങനെ താൻ ആ രാജകാര്യങ്ങളൊക്കെ അവിടെ നമ്മുടത്തേക്ക് ഗ്രാമത്തിൽ വേണ്ടതായ ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധിക്കുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മളത്തെ രാജാവിനെ പറഞ്ഞറിയിച്ച് രാജാവിനെ കൊണ്ട് ഈ ഗ്രാമത്തിന് വേണ്ട ശ്രേയസ്സൊക്കെ ഇതാണ് തന്നെ ഇന്ന് സഹായിക്കുന്നത്. അയാൾ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അതൊക്കെ നേരെയാക്കണേയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് അന്ന് കാണാം അതൊക്കെ അന്ന് കാണാം. ഇപ്പോൾ രാജസേവനായി കഴിഞ്ഞാൽ പിന്നെ രാജാവിൻ്റെ അവിടുത്തെ മന്ത്രിയായാലും രാജാവിൻ്റെ സേവനായും ചെന്നാലും അവരോരോ കാര്യം നോക്കുള്ളൂ, പിന്നത്തെ കാര്യമൊന്നും നോക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് കാണാമസേ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് പറഞ്ഞാക്കുന്ന ആളുകളൊക്കെ അവിടെ ചെല്ലുന്നവരെ എന്ന് പറയും. ഇവിടുന്ന് പോയി തിരഞ്ഞെടുത്ത് അവിടെ ചെന്ന് വിട്ടാൽ പിന്നെ അപ്പോൾ അയാളുടെ ഇഷ്ടം പോലെ ഒരു കാര്യങ്ങൾ എന്നാണ് അന്ന് കാണാമസേ എന്ന് പറഞ്ഞത്. അയാൾ അവിടെ ചെന്ന് അപ്പോൾ ഏത് രാജാവിനെ സേവിക്കേണ്ടത് രാജാവിനെ ഇപ്പോൾ രാജാക്കന്മാരുടെ ദോഷങ്ങളെ പറ്റിയുള്ള ആരംഭിക്കാറുണ്ട്. ഇന്ന രാജാക്കന്മാർ സേവിക്കാൻ പാടില്ല, ഇന്ന രാജാക്കന്മാർ സേവിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കുലദോഷവീയും തലങ്ങളായിട്ട് കുറേ കഥകളും കുറേ ശ്ലോകങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെയുള്ള സകല ഗുണഗണങ്ങളും തികഞ്ഞുള്ളതായ രാജാവുമാരാണ് ആലോചിച്ചപ്പോൾ ബ്രാഹ്മണരും മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് ബ്രഹ്മപുത്ര മഹാരാജാവിനെ പോലത്തെ കേവലമായിട്ടുള്ള അദ്ദേഹത്തിനെ പോലെ ഇതാണ് വിരലായിട്ടും സത്യത്തോടും സമഭാവനയോടും കൂടി രാജ്യപരിപാലനം ചെയ്യുന്ന രാജാവ് സകല ആളുകൾക്കും എന്ത് വിവരങ്ങൾ അപ്പോൾ എന്ന ആ രാജാവിനെ തന്നെ സേവിക്കാൻ പോവുക രാജാവിനെ തന്നെ ബ്രാഹ്മണരൊക്കെ രാജാവിനെ രാജാവ് സംസ്കരിച്ചപ്പോൾ അനുഗ്രഹിക്കും.